സൂര്യന്റെ അന്തരീക്ഷത്തിൽ സുഷിരം. കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ? പക്ഷേ സംഗതി സത്യമാണ്. പൂമ്പാറ്റയുടെ ആകൃതിയിലുള്ള ഒരു സുഷിരം സൂര്യന്റെ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ബട്ടർഫ്ലൈ ഹോൾ എന്നാണ് ഇതിന് പേരും. ഇതുമൂലം ദോഷമാർക്കാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടല്ലോ, ഭൂമിക്ക് തന്നെ. സെപ്റ്റംബർ 14-ന്, അതായത് ഇന്നും അടുത്ത ദിവസങ്ങളിലുമൊക്കെയായി ഈ സുഷിരത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഭൂമിയിൽ ഉണ്ടായേക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത്. ആ വിവരങ്ങളാണ് ഇന്ന് ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. സ്വാഗതം. നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററിയാണ് സൂര്യനിലെ സുഷിരം കണ്ടെത്തിയത്. സൂര്യ അന്തരീക്ഷത്തിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയായ കൊറോണയിലാണ് സുഷിരം. 5 ലക്ഷം കിലോമീറ്റർ വിസ്തൃതിയുള്ള അതിഭീമാകാരമായ സുഷിരമാണിതെന്നാണ് നാസയുടെ അറിയിപ്പ്. സെപ്റ്റംബർ 11-ന് പകർത്തിയ ഒരു ഫോട്ടോഗ്രാഫിലാണ് സുഷിരം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഞെട്ടിച്ച കാര്യം ഈ സുഷിരത്തിന്റെ ഫലമായി ഭൂമിയിൽ ആഞ്ഞടിക്കാൻ ഒരു വമ്പൻ സൗരക്കാറ്റ് തയ്യാറെടുക്കുന്നുണ്ട് എന്നതാണ്. ബഹിരാകാശത്തെ കാലാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള തരത്തിൽ ഭീമാകാരമായ ഒരു സൗരക്കാറ്റ് തന്നെയാകും ഇതെന്നാണ് അവർ പറയുന്നത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ സുഷിരങ്ങൾ സത്യത്തിൽ അത്ര അപൂർവമൊന്നുമല്ല. ഒരു തരത്തിൽ ഇവ സാധാരണവുമാണ്. കൊറോണൽ ഹോൾസ് എന്നാണ് ഇവയ്ക്ക് പേര്. ഈ ഹോൾസ് വഴിയാണ് താപകാന്തിക പ്രവാഹം ബഹിരാകാശത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ പ്രവാഹവും നമ്മുടെ കാന്തിക വലയവും സമ്പർക്കത്തിലാകുമ്പോഴാണ് നോർത്തേൺ ലൈറ്റ്സ് നമുക്കിവിടെ ദൃശ്യമാകുന്നത്. അതായത് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ചാർജ്ഡ് കണങ്ങൾ ഭൂമിയുടെ കാന്തിക വലയത്തിൽ പ്രവേശിച്ച് ഓക്സിജൻ, നൈട്രജൻ പോലെയുള്ള വാതകങ്ങളുമായി കൂടിച്ചേരും. ഈ കൂടിച്ചേരൽ മൂലമുണ്ടാകുന്ന എനർജി ലൈറ്റായാണ് പുറത്തുവരിക. ഇതാണ് അറോറ. ഇത് കൂടെ കൂടെ ഉണ്ടാകാറുള്ള ഒരു പ്രതിഭാസമാണ്. പക്ഷേ ഓഗസ്റ്റ്, ഏപ്രിൽ കാലയളവിലാണ് കൂടുതൽ വ്യക്തവും ഭംഗിയുള്ളതുമായ അറോറ ഉണ്ടാവുക. ഇങ്ങനെ ഒരു തരത്തിൽ കൊറോണ ഹോൾ ഭൂമിക്ക് അനുഗ്രഹീതമായ ഒരു കാഴ്ച സമ്മാനിച്ചു വരവെയാണ് നിലവിലെ ബട്ടർഫ്ലൈ ഹോൾ ഉണ്ടാകുന്നത്. ഈ ഹോൾ വേറിട്ട് നിൽക്കുന്നത് അവയുടെ അസാമാന്യമായ, അസാധാരണമായ വലുപ്പം കൊണ്ട് തന്നെയാണ്. ഭൂമിയുടെ ഇരട്ടി വിസ്തീർണമുണ്ട് ബട്ടർഫ്ലൈ ഹോളിന്. ഈ ഹോളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുന്ന സോളാർ വിൻഡിനും അത്രയും ശക്തിയുണ്ടാകും. ഈ സ്ട്രീമുകൾ ഭൂമിയുടെ കാന്തിക വലയത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് ഓപ്പറേഷനുകളെയും സാങ്കേതിക സിസ്റ്റങ്ങളെയും ഉൾപ്പെടെ അത് കാര്യമായി തന്നെ ബാധിക്കും. സൗരവാദം ഭൂമിയോട് അടുക്കുമ്പോഴുണ്ടാകുന്ന ജിയോ മാഗ്നറ്റിക് പ്രതിഭാസങ്ങളെയാണ് നിലവിൽ ശാസ്ത്രജ്ഞർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് താപകാന്തിക പ്രവാഹത്തെ തീവ്രതയനുസരിച്ച് ഇവയെ പല ലെവലുകളായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ G2 എന്നീ മൈനർ, മോഡറേറ്റ് തരംഗങ്ങളാണ് ഭൂമിയിൽ അനുഭവപ്പെടുകയെന്നാണ് ശാസ്ത്രജ്ഞർ അറിയിക്കുന്നത്. US-ലെ അലാസ്ക, കാനഡയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അറോറ ഉണ്ടാകുമെന്നാണ് വിവരം. ഇത് ഏറെ നേരം നീണ്ടു നിൽക്കുകയും ചെയ്യും. കൂടാതെ ആർട്ടിക്, അന്റാർട്ടിക് മേഖലകളിൽ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാകുമെന്നും വിവരമുണ്ട്. എന്തായാലും ബട്ടർഫ്ലൈ ഹാളിൽ നിന്നുള്ള താപകാന്തിക പ്രവാഹം സൂര്യനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുമെന്നതുകൊണ്ട് ഇവയെ കാര്യമായി തന്നെ പഠിക്കാനൊരുങ്ങുകയാണ് ശാസ്ത്രജ്ഞർ.